Today we are discussing about continuity and the intermediate value theorem. Let's check. If a continuous function on a closed interval has opposite signs at the endpoints, it must be zero at the interior point. This theorem is known as the location of root theorem. This is actually the consequence of intermediate value theorem. അതായത് നമ്മൾ കണ്ടിന്യൂറ്റിയിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ എഫ് ഇസ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് പോയിന്റ്സ്, 2 പോയിന്റ്സിൽ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് ഓഫ് ബി ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു റൂട്ട് ഉണ്ടാകുന്നതാണ് ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറം. ആക്ച്വലി ഇത് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്ന ഒരു തിയറമാണ്. വി നോ ദാറ്റ് വാട്ട് ഈസ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി മീൻസ് limit and the function value coincide with each other. That is, the limit x tend to x naught f of x is actually equal to the function value at x naught f of x naught. Then that function is continuous on that point. If a function is continuous on an interval, that means that function must be continuous at all points in the interval. The function ഇന്റർവെലിനുള്ളിൽ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻ്റർവെൽസിലെ എല്ലാ പോയിന്റ്സിലേക്കും ഫംഗ്ഷൻ എന്താവണം, കണ്ടിന്യൂസ് ആവണമെന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. In this section we are discussing about intermediate value theorem. That name suggests intermediate value theorem, in between two points. That is actually the literal meaning of the intermediate value theorem. Let us check some graphs. Besides, where each of the function whose graphs appear is continuous, അതായത് തന്നിരിക്കുന്നതിൽ ഏത് ഗ്രാഫിലാണ് കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഗ്രാഫ് തന്നെ നോക്കും. ഫസ്റ്റ് ഗ്രാഫിൽ ആക്ച്വലി in this portion function is continuous. Here the left hand limit is actually here we can calculate that, and right hand limit, we check the right hand limit, that left hand limit and right hand limit does not coincide. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കണ്ടിന്യൂറ്റി ഇവിടെ ഈ ഇൻറ്റീജർ പോയിന്റ്സിൽ ഇവിടെ ഒന്നും കണ്ടിന്യൂറ്റി എന്താവുന്നില്ല, കണ്ടിന്യൂറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് ആക്ച്വലി ഇതിനെ പേര് പറയാം. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലേക്ക് ഒരു ജമ്പ് നടക്കണം. അതായത് ജസ്റ്റ് ഒന്ന് മാറുകയാണ്, ഒരു ഡിഫറൻസ് വരികയാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ടും ഒരു ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് ഇവിടെ ആക്ച്വലി ഇത് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആവുന്നത്. ഇതാണ് ഫസ്റ്റ് ഗ്രാഫിൽ വരുന്നത്. സെക്കൻഡ് ഗ്രാഫിൽ വരുന്നത്, സെക്കൻഡ് ഗ്രാഫിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഇൻ ദിസ് പോർഷൻ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് -1 ജസ്റ്റ് ഡിഫറൻസ് വരുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ജസ്റ്റ് നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്ത് പോകുമ്പോൾ 1ലേക്ക് എത്തുന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്ത് പോകുമ്പോൾ ആക്ച്വലി 1ൽ താഴെ വരുന്നു. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് വരും. ഹിയർ ഓൾസോ -1 ഈസ് എ ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി. അങ്ങനെ ചെക്ക് ചെയ്തു പോകുന്നു. ബട്ട് ഇൻ ദി പാർട്ട് ഗ്രാഫ് ഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നു, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നു. ഇത് രണ്ടും ഈക്വലും ആണ്. ബട്ട് ഫംഗ്ഷൻ വാല്യൂ is actually 2. That is different from left hand limit and right hand. ഇപ്പോൾ ഗ്രാഫ് ടിയിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ബട്ട് ഫംഗ്ഷൻ വാല്യൂ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ആയിട്ട് വ്യത്യസ്തമായിട്ട് വരുന്നു. അപ്പോൾ എന്താവുന്നില്ല, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നില്ല ഈ ഒരു പോയിന്റിൽ. ഇതാണ് കണ്ടിന്യൂറ്റി. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ റാഷണൽ ഫംഗ്ഷൻസും ലെറ്റ് ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്, അതിൻ്റെ റാഷണൽ ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റാഷണൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് പോയിന്റ്സ് വേർ ഇറ്റ്സ് ഡിനോമിനേറ്റർ ഡസ് നോട്ട് വാനിഷ്. ഡിനോമിനേറ്റർ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന എക്സ് പോയിന്റ്സ്, ക്യൂ ഓഫ് എക്സിൻ്റെ റൂട്ട്സിനൊന്നും ഫംഗ്ഷൻ എന്താവുന്നില്ല, ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് ആവുന്നില്ല. കാരണം 1/0 ഫോം വരുന്നു. അത് അൺഡിഫൈൻഡ് ആണ് ആക്ച്വലി.
ഇൻഫിനിറ്റി എന്ന് പോലും നമുക്കത് പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ കണ്ടിന്യൂറ്റി ഡിഫൈൻഡ് ആവുന്നില്ല. അപ്പോൾ റാഷണൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് പോയിന്റ്സ് വേർ ഇറ്റ്സ് ഡിനോമിനേറ്റർ ഡസ് നോട്ട് വാനിഷ്. ഡിനോമിനേറ്റർ വാനിഷ് ചെയ്യാത്ത പോയിന്റ്സിൽ മാത്രമാണ് ആക്ച്വലി റാഷണൽ ഫങ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആവുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/3x square is continuous at x naught is equal to 4. Here f of x is actually a rational function. We already discussed that rational function is continuous at points where its denominator does not vanish. Here x minus 1/3x square is actually denominator is 3x square. It is vanishing at x is equal to 0. So all points except 0 on that all points except 0 where that function f of x must be continuous. So here x naught is equal to 4. X naught is equal to 4, not equal to 0. So f of x must be continuous at x naught is equal to 4. Then in the next example, let g of x be the step function defined by step function. അതായത് കോൺസ്റ്റന്റ് വാല്യൂസ് വരുന്നു വേറെ ഇൻ്റർവെൽസിൽ. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -∞ to 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആൻഡ് 0 to infinity function value 1. Here we check that if we draw the graph of g of x, the graph will be like this, and we check the left hand limit and right hand limit at 0. Left hand limit നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി ഹിയർ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇങ്ങനെ പോയി ആക്ച്വലി എവിടെ എത്തുന്നത് ആക്ച്വലി 0ലേക്ക് എത്തുന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇങ്ങനെ പോയി ആക്ച്വലി എവിടെ എത്തുന്നു 1-ലെത്തുന്നു. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഡസ് നോട്ട് കോയിൻസൈഡ് at x is equal to x naught is equal to 0. So the left hand limit and right hand limit does not coincide, so that function is not continuous, or the limit at x naught g of x not exist. Only right hand limit and left hand limit exist, and function value of 0 is equal to g of x is equal to 0. So left hand limit and right hand limit exist but does not coincide, so that limit does not exist, and then we can conclude that f of x is not continuous. ഇതൊക്കെയാണ് കണ്ടിന്യൂറ്റിയുടെ ഭാഗം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ജസ്റ്റ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫസ്റ്റ് വേർഷൻ. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ആൻഡ് സപ്പോസ് ദാറ്റ് ഫോർ സം number c in between f of a and f of b, that is f of a less than c less than f of b, or f of a greater than c greater than f of b. c എന്ന് പറയുന്ന പോയിന്റ് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെ ഇടയ്ക്കുള്ള പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, എഫ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ, then there is some point x naught in ab. ab ക്ക് ഇടയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രീ ഇമേജ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജ് കിട്ടും, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് മസ്റ്റ് ബി ഈക്വൽ ടു സി. അതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള എക്സ് നോട്ടുള്ള എ ബിക്ക് ഇടയ്ക്കുള്ള എക്സ് നോട്ടുള്ള പോയിന്റിലെ എഫ് ഇമേജ് എന്ന് പറയുന്നത് സി ആയിരിക്കണം. എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള ഏതൊരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ then there is some point x naught in ab. എക്സ് നോട്ട് ഇൻ എ ബിയിലുള്ള എക്സ് നോട്ട് എന്ന് പറയുന്ന ഏതൊരു ഇൻ ബിറ്റ്വീൻ പോയിന്റ് ഒരു പ്രീ ഇമേജ് കിട്ടണം, സച്ച് ദാറ്റ് അതിൻ്റെ എഫ് ഇമേജ് എന്ന് പറയുന്നത് സി ആയിരിക്കും. ഇതാണ് ആക്ച്വലി ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ജോമെട്രിക്കൽ ഭാഗമാണ് ഇതിവിടെ കൊടുത്തു. ജോമെട്രിക്കൽ ടേംസിൽ എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ് എ ബി, ഇതാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു. ക്ലിയർലി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എ ബിയിലെ ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു. എഫ് ഓഫ് എ എടുക്കുന്നു, എഫ് ഓഫ് ബി എടുക്കുന്നു. ഇനി സി എന്ന് പറയുന്ന പോയിന്റ് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയ്ക്ക് നമ്മൾ ചൂസ് ചെയ്യും. എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയ്ക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രീ ഇമേജ് കിട്ടും. അതെവിടെ കിടക്കും? എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഒരു പ്രീ ഇമേജ് എക്സ് നോട്ട് നമുക്ക് കിട്ടും. ഇതാണ് ആക്ച്വലി ജോമെട്രിക് ടേംസിൽ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറയുന്നത്.
എഫ് കണ്ടിന്യൂസ് എന്നുള്ളത് ഇവിടുത്തെ ഒരു നെസസറി കണ്ടീഷൻസ് ആണ്. ആ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ ആക്ച്വലി ഈ തിയറം വാലിഡ് ആവുന്നുള്ളൂ. ഇപ്പം നോട്ട് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഈ തിയറം വാലിഡ് അല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ കുറച്ച് ആപ്ലിക്കബിൾ എക്സാമ്പിൾസ് ആണ് അടുത്ത കുറച്ച് ഭാഗങ്ങളിലേക്ക് പോകും. ഷോ ദാറ്റ് there is a number x naught such that x naught raised to 5 minus x naught is equal to 3. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യാം? ജസ്റ്റ് വി യൂസ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം that f of x is equal to x raised to 5 minus x. ജസ്റ്റ് ഈ ഒരു x naught raised to 5 minus x naught is equal to 3 എന്നുള്ള ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നില്ല. f of x is equal to x raised to 5 minus x. Then we just check f of 0 is equal to 0 and f of 2 is equal to 30. Then by intermediate value theorem 0ക്കും 30ക്കും ഇടയ്ക്കുള്ള ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രീഇമേജ് ഉണ്ട്. സിൻസ് ഫംഗ്ഷൻ is continuous, since function is a polynomial function. So by intermediate value theorem guarantees that there is a number x naught in 0 to open 0 to such that f of x naught is equal to 3. ഇതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരും. നെക്സ്റ്റ് പാർട്ട്, ദ മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ. ഫൈൻഡ് എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എക്സ് റേസ് ടു 5 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻ 0 to within an accuracy of 0.1 by repeatedly dividing intervals in half and testing each half for a root. മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവെൽസിനെ ഇൻ്റർമീഡിയറ്റ് തിയറം വെച്ചിട്ട് നമ്മൾ ബൈസെക്ട് ചെയ്ത് ആക്ച്വലി ആ പോയിന്റ്സ് വരുന്ന ആ ഒരു ഇൻ്റർവെൽ കണ്ടുപിടിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സെമിനാർ പോർഷൻസ് ആയിട്ട് നമുക്ക് കാണാം. നമ്മൾ ഒരാൾ സെമിനാർ എടുക്കുക. മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ മീൻസ് ദിസ് ഇൻ്റർവെലിന് 0 to ഇൻ്റർവെലിന് ഹാഫ് ആയിട്ട് നമ്മൾ ബൈസെക്ട് ചെയ്ത് ആക്ച്വൽ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ദ മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ വേറൊരു ആപ്ലിക്കബിൾ ഫോമായിട്ട് വരുന്നതാണ്. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷൻ, ലെറ്റ് f be a function which is continuous on closed interval ab and suppose that f of x not equal to c for all x in closed interval ab. If f of a less than c, then f of b less than c as well. f continuous ആണ്, സെക്കൻഡ് വേർഷൻ ആണ്. f of x not equal to c, എ ബിയിലുള്ള ഒരു എലമെൻറ്റിന് പോലും f of x എന്താകുന്നില്ല, ആക്ച്വലി c എന്ന് പറയുന്ന വാല്യൂ റേഞ്ചിൽ വരുന്നില്ല. അങ്ങനെയാണെന്നുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് f of a എല്ലാ വാല്യൂസും f of x ലെസ് ദാൻ c ഓർ f of x ഗ്രേറ്റർ ദാൻ c, ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു പോസിബിലിറ്റി ആണുള്ളത്. ഇനി f of a ലെസ് ദാൻ c ആണെന്നുണ്ടെങ്കിൽ ദെൻ f of b യും എന്തായിരിക്കും, ലെസ് ദാൻ c ആയിരിക്കും. f of a ഗ്രേറ്റർ ദാൻ c ആണെന്നുണ്ടെങ്കിൽ f of b must be greater than c. കാരണം actually the reason is by intermediate value theorem we get a pre-image in between f of a for every point in between f of a and f of b. Here c എന്ന് പറയുന്നത് റേഞ്ചിൽ പോലും ഇല്ല. അപ്പോൾ റേഞ്ചിൽ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്താക്കേണ്ട, സീനെ ബോധർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ സി ഒന്നില്ലെങ്കിൽ റേഞ്ചിന് പുറത്താണ്, അല്ലെങ്കിൽ റേഞ്ചിൻ്റെ അപ്പർ പോർഷനിലോ അല്ലെങ്കിൽ റേഞ്ചിൻ്റെ ലോവർ പോർഷനിലോ ആണ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫിൻ്റെ മേലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഗ്രാഫിൻ്റെ താഴെയോ ആണ് സി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടും ഒന്നിൽ എഫ് ഓഫ് എ ലെസ് ദാൻ സി ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ബി എന്തായിരിക്കും, ലെസ് ദാൻ സി ആയിരിക്കും. ആൻഡ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും, റേഞ്ചിന് പുറത്ത് വരും. അതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷൻ എന്ന് പറയുന്നത്. ജോമെട്രിക് വേർഷനിൽ കൊടുത്തത് ഇതാണ്. ആക്ച്വലി y is equal to c, f of a not equal to c ആണ്, f of b not equal to c ആണ്, and f of a less than c ആണ്. അപ്പോൾ this is f of a and this is f of b. Here this is the actually y is equal to c. Then the graph entirely will be down to the y is equal to c. അതായത് y is equal to c നെക്കാട്ടും താഴെയാണ് ആക്ച്വലി ഈ ഫുൾ ഗ്രാഫ് വരുന്നത്.
അതേപോലെ തന്നെ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഗ്രാഫിൻ്റെ താഴെയാണ് y ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് ആ ലൈന് വരിക. നമുക്ക് എന്ത് കിട്ടും? അതാണ് ആക്ച്വലി ജോമെട്രിക്കൽ ടേംസിൽ നമുക്ക് ഇങ്ങനെയും സെക്കൻഡ് വേർഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിനെ നമുക്ക് കാണാം. അടുത്തൊരു പ്രോബ്ലം. Suppose that f is continuous on 0, 3 and f has no roots on the interval and that f of 0 is equal to 1. Prove that f of x greater than 0 for all x in 0, 3. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ നമ്മളിത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറം ഈസ് ദി കോൺസിക്വൻസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. അപ്പോൾ അതാണ് ആക്ച്വലി ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറം വരുന്നത്. അത് പ്രകാരം ഈ ഒരു പ്രോബ്ലത്തിൽ ആക്ച്വലി സപ്പോസ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ 0, 3 കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട് ആൻഡ് എഫ് ഹാസ് നോ റൂട്ട്സ് ഓൺ ദി ഇൻ്റർവൽ. ആക്ച്വലി എഫ് ഹാസ് നോ റൂട്ട്സ് ഓൺ ദി ഇൻ്റർവൽ മീൻസ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് ക്രോസിങ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനെ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ക്രോസ് ചെയ്യുന്നില്ല. 0 എന്ന് പറയുന്ന ആക്ച്വലി റേഞ്ചിൽ വരുന്നില്ല. And it is given that f of 0 is equal to 1. That means the first point on the interval, that is 0, f of 0 is equal to 1. That is greater than 0. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ആക്ച്വലി എഫ് ഓഫ് 0 വരുന്നത് 1. ഇനി if f has a 0 then it must cross x axis. എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്കുള്ള നെഗറ്റീവ് ഭാഗത്തിലേക്ക് എഫ് അവിടെ എത്തണം. അപ്പോൾ എന്ത് ചെയ്യും? എക്സ് ആക്സിസിനെ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എഫ് ഹാസ് നോ റൂട്ട്സ് ഓൺ ദി ഇൻ്റർവൽ. എഫിന് റൂട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ എഫ് ഡസ് നോട്ട് ക്രോസസ് ദി എക്സ് ആക്സിസ്. എഫിന് അവിടെ റൂട്ടില്ല. അപ്പോൾ ദ എൻറ്റയർ ഗ്രാഫ് ഓഫ് ദി എഫ് ഓഫ് എക്സ് വിൽ ബി അപ്പർ ടു ദി എക്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിസിൻ്റെ മോൾ മാത്രമാണ് ആക്ച്വലി എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് മൊത്തം വരിക. അപ്പോൾ എന്തായിരിക്കും? എക്സ് ആക്സിസിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമാണ് the entire graph of f of x lies in the first quadrant. അപ്പോൾ എന്തായിരിക്കും? That means f of x is greater than for all x in 0, 3. എല്ലാ വാല്യൂസിനും f of x greater than 0 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരിക. ആക്ച്വലി ആ ഫസ്റ്റ് പോർഷനിൽ തന്നെ വരും. ഇങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുക. ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചിട്ടും നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇഫ് ഏതെങ്കിലും ഒരു വാല്യൂ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഡൗൺ ടു ദി എക്സ് ആക്സിസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് ദെൻ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് മസ്റ്റ് ക്രോസ് ദി എക്സ് ആക്സിസ്. ദാറ്റ് മീൻസ് എഫ് ഹാസ് എ റൂട്ട് ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എഫ് ഹാസ് നോ റൂട്ട്സ് ഓൺ ദി ഇൻ്റർവൽ. സോ ബൈ കോൺട്രഡിക്ഷൻ നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ആക്ച്വലി ഇതായിട്ട് വരുന്നത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഫോർ ഓൾ എക്സ് ഇൻ 0, 3. ദിസ് ഇസ് ആക്ച്വലി ദ കോൺസിക്വൻസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഓർ വി ക്യാൻ അപ്ലൈ ദ ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറം ഓൾസോ. ഇത്രയും പോർഷൻസ് ആണ് ആക്ച്വലി ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ ആൻഡ് കണ്ടിന്യൂറ്റിയിൽ വരുന്ന പോർഷൻസ്.